ബിസിനസ് എന്താണെന്ന് മനസ്സിലാക്കാതെ ഒരിക്കലും ഇതിലേക്ക് പോകരുത് കേട്ടോ. നമ്മൾ പുറത്തുനിന്ന് കാണുന്ന പോലെ അല്ല കേട്ടോ ഈ ബിസിനസ്. ഇതൊന്നും അറിയാതെ നമ്മൾ ബിസിനസ്സുകളിലേക്കും കാര്യങ്ങളിലേക്കും ഒക്കെ എൻട്രി ചെയ്യുമ്പോൾ ഇതൊക്കെ നേരത്തെ നമ്മൾ ആലോചിക്കണമായിരുന്നല്ലേ, ചെയ്യണമായിരുന്നല്ലേ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട്. ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ മനസ്സിലൂടെ പലതരം ചിന്തകൾ കടന്നു പോകാറുണ്ട്. എപ്പോൾ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം, എന്തു തുടങ്ങണം, ഇനി ഒന്നിൽ കൂടുതൽ ബിസിനസ് ഒരു സമയത്ത് തുടങ്ങിയാലോ, ഇങ്ങനെ ഒരുപാട് ചിന്തകൾ. ഇതിൽ ഈ ലാസ്റ്റ് പറഞ്ഞ സംഭവമില്ലേ, ഒന്നിൽ കൂടുതൽ ബിസിനസ്സുകൾ ഒരേ സമയത്ത് അങ്ങോട്ട് തുടങ്ങിയാലോ എന്നുള്ള ചിന്ത. ആ ചിന്തയെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ തോട്ട് വരുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. മൾട്ടിപ്പിൾ ബിസിനസ് തുടങ്ങണം എന്ന് ചിന്തിക്കുന്നവർ അങ്ങനെ ചിന്തിക്കുന്നതിൻ്റെ ഒരു റീസൺ എന്താണെന്നറിയോ? കുട്ടിക്കാലം തൊട്ടേ എവിടെന്നെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടാവും, എപ്പോഴെങ്കിലും ജീവിതത്തിൽ സേവ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴത്തേനും എല്ലാം കൂടെ കൊണ്ടുവന്നിട്ട് ഒരു കൊട്ടയ്ക്കകത്ത് ഇടരുത്, അത് മൊത്തത്തിൽ പോയി കഴിഞ്ഞാൽ എല്ലാം പോയി കിട്ടും. അപ്പോൾ അതിനെക്കാളും ഭേദം എന്ന് പറയുന്നത് പല പല സ്ഥലത്ത് നമ്മൾ നിക്ഷേപിക്കുന്നതാണ്. ഇപ്പോൾ ഇതൊക്കെ എവിടെയോ കേട്ടതിൻ്റെ ഒരു പരിചയത്തിൽ നമ്മളിങ്ങനെ ആലോചിക്കും, ഒരു ബിസിനസ് തുടങ്ങുന്ന സമയത്തും ഒറ്റ ബിസിനസ്സിനകത്ത് കൊണ്ടിട്ടിട്ട് അത് മൊത്തത്തിൽ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പൈസ മൊത്തത്തിൽ പോകത്തില്ലയോ? അപ്പോൾ അതിനേക്കാളും ഭേദം എന്ന് പറയുന്നത് പല പല ബിസിനസ്സുകൾ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒന്ന് രക്ഷപ്പെടുമല്ലോ, അപ്പോൾ ആ വഴിക്ക് നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം എന്നുള്ള ചിന്ത. പക്ഷേ ഇതിനെക്കുറിച്ച് എനിക്കുള്ള അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, ഈ എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് പല പല ബിസിനസ്സുകൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ, അതുപോലെ തന്നെ എൻ്റെ ഒരു ബിസിനസ് ജേർണി എന്ന് പറയുന്നത് പഠിച്ചിറങ്ങി നേരെ ബിസിനസ്സിലേക്ക് ചാടി എന്നുള്ളതല്ല. പല ജോലികൾ ചെയ്ത് ആ ജോലികളിൽ തന്നെ പല ലെവൽ ഓഫ് വർക്കുകൾ ചെയ്തതിന് ശേഷമാണ് ഞാൻ എൻ്റെ ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസും കൂടെ വെച്ചിട്ട് ഞാൻ പറയുകയാണ്, ബിസിനസ് തുടങ്ങുന്ന സമയത്ത് കഴിയുന്നതും നിങ്ങൾ ഈ മൾട്ടിപ്പിൾ ബിസിനസ് എന്നുള്ള കാര്യം ചിന്തിക്കാതിരിക്കുന്നതാണ് ഭേദം. കാരണം എന്ന് വെച്ചാൽ ബിസിനസ് തുടങ്ങുമ്പോൾ നമുക്ക് കുറച്ച് ഗ്യാപ്പുകൾ ഉണ്ടാവും. ആ ഗ്യാപ്പ് എന്ന് പറയുന്നത്, ഒന്ന് ബിസിനസ് ചെയ്ത് നമുക്ക് പരിചയമില്ല, അതൊരു ഗ്യാപ്പാണ് നമ്മുടെ. രണ്ടാമത്തേത്, നമ്മൾ ചെയ്യാൻ പോകുന്ന ബിസിനസ് ഉണ്ടല്ലോ, ആ ബിസിനസ് ഇപ്പോൾ ഞാൻ ഈ എക്സാമ്പിൾ പറയുന്നത് കോളേജ് കഴിഞ്ഞ് നേരെ അങ്ങോട്ട് തുടങ്ങുന്നവരെയാണേ. ഇപ്പം നിങ്ങൾ എന്തോ ഒരു കാര്യം കോളേജിൽ നിന്ന് പഠിച്ചു, അല്ലെങ്കിൽ കോളേജിൽ നിങ്ങൾ പഠിക്കാത്ത, ഈ കോളേജ് എന്നുള്ള വാക്ക് ഞാൻ എടുത്ത് മാറ്റുന്നു, ജീവിതത്തിൽ നിന്നും നിങ്ങൾ പഠിക്കാത്ത എന്തോ ഒരു കാര്യം, ആ കാര്യത്തിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾ ബിസിനസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ കാര്യം എഫക്റ്റീവ്ലി ചെയ്തൊരു എക്സ്പീരിയൻസ്, ആ ഒരു ടെക്നിക്കൽ നോ ഹൗവിനെ ഇംപ്ലിമെൻറ്റ് ചെയ്തുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്കില്ല. അതും ഒരു ഗ്യാപ്പാണ്. അപ്പോൾ ഈ രണ്ട് ഗ്യാപ്പുകളും വെച്ചിട്ടാണ് നമ്മൾ ഈ മൾട്ടിപ്പിൾ ബിസിനസ്സിലേക്ക് ഇറങ്ങാം എന്ന് ചിന്തിക്കുന്നത്. അത് പണി പാളിപ്പോവും. അത് ഒരു ബിസിനസ്സിൻ്റെ കാര്യം ചിന്തിച്ചാൽ തന്നെ നമുക്ക് ഒന്ന്, നമ്മൾ പുറത്തുനിന്ന് കാണുന്ന പോലെ അല്ല കേട്ടോ ഈ ബിസിനസ്. നമ്മൾ എൻട്രി ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മൾ വീണെണീറ്റ് പഠിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ പലതിലേക്ക് കൊണ്ടുവന്നിട്ട് ഇടുമ്പോൾ എല്ലാം കൂടി നമുക്ക് ഓവർ ടെൻഷൻ ആൻഡ് സ്ട്രെസ്സ് വരാനുള്ള സാധ്യതയുണ്ട്. കാരണം നമുക്ക് ചെയ്തത് ശീലമില്ല. അതുകൊണ്ടാണ്. ചെയ്ത് ശീലമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ സൂപ്പറാവും, കോൺഫിഡൻ്റ് ആവും, നിങ്ങൾക്ക് അറിയാം എവിടെ എന്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് പോകാനുള്ളൊരു സംഭവം നമുക്കുണ്ടാവും. രണ്ടാമത്തേന്ന് പറയുന്നത് ഈ ടെക്നിക്കൽ നോ ഹൗ. ഈ ടെക്നിക്കൽ നോ ഹൗ എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ, നമ്മളൊരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു എന്ന് വിചാരിക്കൂ. നമ്മൾ ചിലപ്പോൾ കോളേജിൽ പഠിച്ചത് MBA റീറ്റെയിൽ മാനേജ്മെൻ്റ് ഒക്കെ ആയിരിക്കും. പക്ഷേ അത് തിയറിയിൽ പഠിച്ചതേ ഉള്ളൂ, നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്ത് സ്വയം ഇത് ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് കിടക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഗ്യാപ്പും ഫില്ല് ചെയ്യാതെ, ഈ ഗ്യാപ്പ് എങ്ങനെയാണ് ഫില്ല് ചെയ്യാൻ പറ്റുക? എവിടെയെങ്കിലും പണിക്ക് പോയി കഴിയുമ്പോഴത്തേനും നമ്മൾ അവിടെ നിന്ന് എക്സ്പീരിയൻസ്ഡ് ആവും, എന്താണ് ആക്ച്വലി തറയിൽ സംഭവിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടാവുമ്പോൾ അത് നമുക്ക് ഒന്നും കൂടി കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ തരും. ഈ ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ബിസിനസ് എന്താണെന്ന് മനസ്സിലാക്കാതെ ഒരിക്കലും ഇതിലേക്ക് പോകരുത് കേട്ടോ. അതിപ്പോൾ ഒറ്റ സാധനത്തിലേക്കായാലും ശരി, മൾട്ടിപ്പിൾ സാധനത്തിലേക്കായാലും ശരി, നമുക്ക് നല്ല ചിന്ത ഉണ്ടാവണം എന്തിലേക്കാണ് നമ്മൾ ഈ ഇറങ്ങി പോകുന്നതെന്നുള്ളത്. ബിസിനസ് ഐഡിയാസ് ഇല്ലേ നമ്മുടെ മനസ്സിൽ വരുമ്പോൾ, യു ഹാവ് ടു വാലിഡേറ്റ് ദി ബിസിനസ് ഐഡിയ. ബിസിനസ് ഐഡിയ വാലിഡേറ്റ് ചെയ്യണം. അത് നിങ്ങൾക്ക് അറിയാമോ? ഈ വാലിഡേറ്റ് ചെയ്യണമെങ്കിൽ അതിന് പല മെത്തഡോളജീസ് ഉണ്ട്. ഇപ്പോൾ ഓരോ ബിസിനസ്സും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ചില ബിസിനസ് എന്ന് പറയുന്നത് ഹൈ ഫ്രീക്വൻസി ലോ വാല്യൂ ആയിരിക്കും. എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ദൈനംദിനം ഒരു ജോലി, നമ്മൾ പുറത്തേക്ക് പോകുന്ന സമയത്ത് സ്ഥിരമായിട്ടൊരു ചായക്കടയിൽ നിന്ന് ചായ കുടിക്കുന്നൊരു ശീലം നിങ്ങൾക്കുണ്ട് എന്ന് വിചാരിക്കും. അപ്പോൾ ആ ചായക്കടക്കാരനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊരു ക്ലയൻറ്റാണ്. ഇതെന്ന് പറയുന്നത് ഹൈ ഫ്രീക്വൻസി ക്ലയൻറ്റാണ്. കാരണം എന്താ വെച്ചാൽ എല്ലാ ദിവസവും നിങ്ങൾ അവിടെ വന്നിട്ട് ചായ കുടിക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ വാല്യൂ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ ചായയുടെ വില വളരെ കുറവാണ്. ആ ചായയുടെ വില കുറവാണ് എന്നുള്ളതിൽ ആ കടക്കാരനെ സംബന്ധിച്ചിടത്തോളം
നിങ്ങളിപ്പോൾ ചായയ്ക്ക് ഒരു 10 രൂപ കൊടുക്കുന്നു എന്ന് വെച്ചാൽ 10 രൂപ അയാൾക്കടുത്ത് പോക്കറ്റിലിടാൻ പറ്റത്തില്ല, അതിനകത്ത് ചിലവുണ്ട്. അതൊക്കെ പോയതിന് ശേഷം മാത്രമാണ് അതിനകത്ത് ഒരു പൈസ അയാൾക്ക് ലാഭമായി ഉണ്ടാക്കാൻ പറ്റുക. അപ്പോൾ അതിൻ്റെ വാല്യൂ കുറവാണ്. ദിസ് ഈസ് ഹൈ ഫ്രീക്വൻസി ലോ വാല്യൂ സംഭവം. ഇനി വേറെ ചില സംഭവങ്ങളുണ്ട്. ഞാൻ ഈ ടെക്നിക്കൽ ടെർമിനോളജീസ് എന്തിനാണ് പറഞ്ഞു തരുന്നതെന്ന് അറിയാമോ? ഇതൊന്നും അറിയാതെ നമ്മൾ ബിസിനസ്സുകളിലേക്കും കാര്യങ്ങളിലേക്കും ഒക്കെ എൻ്റർ ചെയ്യുമ്പോൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ചെയ്ത് തുടങ്ങിയതിന് ശേഷം നമ്മൾ അയ്യോ ഇങ്ങനെയൊക്കെ ഇതിനകത്ത് സംഭവം ഉണ്ടായിരുന്നു അല്ലേ, ഇതൊക്കെ നേരത്തെ നമ്മൾ ആലോചിക്കണമായിരുന്നു അല്ലേ, ചെയ്യണമായിരുന്നല്ലേ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ ചിന്തകൾ വരാതിരിക്കണമെങ്കിൽ ഇതൊക്കെ കാലേ കൂട്ടി മനസ്സിലാക്കുന്നതും പഠിക്കുന്നതും ഒക്കെ വളരെ നല്ലതാണ്. ഇപ്പോൾ എൻ്റെ ബിസിനസ് അനുഭവങ്ങളെല്ലാം കൂടി ചേർത്തിട്ട് ഞാനൊരു ചെറിയ കോഴ്സ് പോലെ ഒരു സാധനം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓൺട്രപ്രണർഷിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണിത്. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, സ്പെസിഫിക്കലി ഈ കോളേജൊക്കെ കഴിഞ്ഞിട്ട് സ്റ്റാർട്ടപ്പ് ഒക്കെ തുടങ്ങണം എന്ന് വിചാരിക്കുന്നവർ, അതുപോലെ എന്തോ ഒരു ബിസിനസ് തുടങ്ങി പക്ഷേ അത് ഇങ്ങനെ തട്ടി നിൽക്കുകയാണ്, എങ്ങടെയൊക്കെ പോകണമെന്നുള്ളത് അറിയില്ല, മൊത്തത്തിൽ നിങ്ങൾ സ്റ്റക്കാണ്, അങ്ങനെയുള്ളവർ, ഇവർക്കൊക്കെ ശരിക്കും ഉപകാരപ്രദമാകുന്ന ഒരു രീതിയിലാണ് ആ കോഴ്സ് ഞാൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. എല്ലാ ടെക്നിക്കലായിട്ടുള്ള സാധനങ്ങളും, നിങ്ങൾ അറിയേണ്ട ടെർമിനോളജീസ്, ഈവൻ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളടക്കം ഞാൻ അതിനകത്ത് സംസാരിച്ചിട്ടുണ്ട്. അത് എൻ്റെ അനുഭവം മാത്രമല്ല, ശരിക്കും ഒരു പഠനത്തിലൂടെയും കൂടി വരേണ്ട സാധനങ്ങളെല്ലാം കൂടി ചേർത്തിട്ടാണ് ആ സാധനം ചെയ്തിരിക്കുന്നത്. സോ ബോത്ത് എക്സ്പീരിയൻസ് ആസ് വെൽ എസ് നമ്മൾ പറയില്ലേ തിയറിറ്റിക്കലായിട്ട് നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ, ഇതെല്ലാം കൂടി ചേർത്തിട്ടുള്ള സംഭവമാണിത്. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ലിങ്കിൽ കയറാം. നിങ്ങൾക്ക് ആ കോഴ്സ് മൊത്തത്തിലെടുത്ത് പഠിച്ച് അതിൻ്റെ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് മുമ്പോട്ട് പോകുന്നതാണ്. സോ ബാക്ക് ടു ടേംസ്, ഞാൻ നിങ്ങൾക്ക് ഹൈ ഫ്രീക്വൻസി ലോ വാല്യൂ സംഭവം പറഞ്ഞു. അതുപോലെ തന്നെ ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് ലോ ഫ്രീക്വൻസി ആയിരിക്കും പക്ഷെ ഹൈ വാല്യൂ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ റിയൽ എസ്റ്റേറ്റ് വല്ല കാലവും കൂടിയിട്ടായിരിക്കും ചിലപ്പോൾ ഒരു കച്ചവടം നടക്കുന്നത്. ലോ ഫ്രീക്വൻസിയാണ്, അതുകൊണ്ട് അതിന് ലോ ഫ്രീക്വൻസി പറയണത്. പക്ഷേ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഭയങ്കര ഹൈ ആയിരിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കും, ചായയുടെ വിലയാണോ ഒരു സ്ഥലം വാങ്ങാൻ പോകുമ്പോഴത്തേനും പ്ലോട്ടിന് ഉണ്ടാകുന്ന വില ഭയങ്കര ഡിഫറൻസ് ഇല്ലേ? അപ്പോൾ ലോ ഫ്രീക്വൻസി ഹൈ വാല്യൂ. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ടേമിൽ തന്നെ 4 ഇത് നമുക്ക് പറയാൻ പറ്റും. ഞാൻ 2 മാത്രമാണ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ ദർ ആർ ലോട്ട് മെനി തിങ്സ് ലൈക്ക് ദിസ്. അതുപോലെ നമ്മൾ ഏത് ബിസിനസ്സിലേക്ക് പോകുന്ന സമയത്തും ദർ ഇസ് സംതിങ് കോൾഡ് MVP. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. മിനിമം വയബിൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കി നോക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഒരു ബൾക്ക് പ്രൊഡക്ഷനിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ചെറിയൊരു സാധനം, ഇത് സിമ്പിളായിട്ട് പറഞ്ഞാൽ ചെറിയൊരു സാധനം ഉണ്ടാക്കി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കൂ, സംഭവം നടക്കുമോ, ഇത് വയബിൾ ആയിരിക്കുമോ എന്നുള്ളതൊക്കെ നിങ്ങൾ മനസ്സിലാക്കൂ. ഇങ്ങനെ ഒരു ബിസിനസ് ഐഡിയയെ വാലിഡേറ്റ് ചെയ്യാൻ പോലും ദർ ആർ മൾട്ടിപ്പിൾ മെത്തഡോളജീസ്. അപ്പോൾ ഐഡിയയെ വാലിഡേറ്റ് ചെയ്യാൻ ഇത്രയും മെത്തേഡ് ഉണ്ട് എങ്കിൽ നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് തൊട്ട്, അതായത് ഈവൻ ആ പ്രോസസ്സിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നത് മുതൽ അത് കംപ്ലീറ്റ് ഒരു എക്സിക്യൂഷൻ സ്റ്റേജ് വരെ പോകുന്നത് വരെ എന്തെല്ലാം സ്റ്റെപ്പുകൾ ഉണ്ടാവും, എന്തെല്ലാം പ്രോസസ്സുകൾ ഉണ്ടാവും, ഇതൊക്കെ മര്യാദയ്ക്ക് മനസ്സിലാക്കാതെ ഞാനൊരു ബിസിനസ് തുടങ്ങാൻ പോവുകയാണ്, ബിസിനസ്സുകാരൊക്കെ സൂപ്പർ റിച്ചാണ്, എനിക്കതുപോലെ സൂപ്പർ റിച്ച് ആവണം, അതുകൊണ്ട് ഞാൻ ചാടിക്കയറി ഇതാ തുടങ്ങാൻ പോവുകയാണ് എന്ന് വിചാരിച്ചാൽ കാര്യം നടക്കില്ല. നിങ്ങളെ കൊണ്ട് പറ്റും, പക്ഷേ ആ പറ്റുന്നതിന് നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടാകാനായി നിങ്ങൾക്ക് കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ടതിൻ്റെ ആവശ്യമുണ്ട് എന്ന തിരിച്ചറിവ് നിങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടാവണം. കീപ് ഗോയിങ്, ഹാപ്പി ലേണിംഗ്.